പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായി റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വാസം വേണം നമുക്ക്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുകയാണ്. ആ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് സമാധാനമുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വിശ്വാസമാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ യേശു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ഹല്ലേലൂയ, വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഏറ്റവും ആദ്യം വിശ്വാസമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് നമുക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് പൗലോസ്? ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ച അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നേർവീതി എന്ന വീതിയിൽ ദൈവം അവനെ അടിച്ച് താഴെയിടുകയാണ്. അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഇറ്റു വീഴുകയാണ്. അവന് കാഴ്ച പ്രാപിച്ചു. ആ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന് ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആ പൗലോസ് പറയുകയാണ്, നമുക്ക് ഏറ്റവും ആദ്യം വിശ്വാസമാണ് വേണ്ടത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള ആ വലിയ വിശ്വാസമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴാണ് മരിച്ചുപോയ യുത്തിക്കോസ് ജീവൻ കിട്ടിയത്. യുത്തിക്കോസിനെ ഉയർപ്പിച്ചവനായ പൗലോസ് ഈ പൗലോസിന്റെ വസ്ത്രം കൊണ്ടിടുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറുകയാണ്, രോഗികൾക്ക് സൗഖ്യം വരികയാണ്. കാരണം എന്താണ്? ആ പൗലോസിന്റെ ആ വിശ്വാസമുണ്ടല്ലോ, ആ ദൃഢമായ വിശ്വാസമാണ് അവൻ ഏറ്റവും പ്രധാനമെന്ന് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾക്ക് യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഏറ്റു എന്ന ആ വിശ്വാസം, യേശു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു എന്ന് ഉള്ള വിശ്വാസം. പഴയ നിയമ കാലഘട്ടത്ത് ഹല്ലേലൂയ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ കുറുപ്രാവിനെയോ ആടുകൊറ്റനെയോ കളക്കുറ്റനെയോ ദൈവാലയത്തിൽ പുരോഹിതർക്ക് ഊനമില്ലാത്തതിനെ കൊണ്ടുചെന്ന് നമ്മുടെ പാപങ്ങൾ മുഴുവനും അവന്റെ തലയിലേക്ക് വെച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത് യാഗമായി തീരണം. ദൈവമക്കളെ, പുതിയ നിയമത്തിലോ നമുക്ക് ഈ മാനവരാശിക്ക് മുഴുവനായി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ രക്തത്താല് നമുക്ക് വിജയമുണ്ട്. അവന്റെ രക്തത്താല് ആ പാവങ്ങളെ മുഴുവൻ അവൻ നിരപ്പാക്കി നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതാണ് യേശു ക്രിസ്തു അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഒന്ന് വിശ്വാസം. പഴയ നിയമകാലത്ത് പ്രവൃത്തിയാലുള്ള നീതീകരണമാണ്. അത് പുതിയ നിയമത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിനക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടായതിനു ശേഷം പിന്നെ യാക്കോബ് ലേഖനത്തിൽ പറയുകയാണ്, വിശ്വാസം മാത്രം പോരാ, നിനക്ക് പ്രവൃത്തിയും കൂടെ വേണം എന്ന്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്, വിശ്വാസം, അതായത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞുകൊള്ളുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിലുള്ള പ്രവൃത്തി കൊണ്ട് നിനക്ക് നീതീകരണം ഇല്ല എന്ന് പറയുകയാണ്. അപ്പോ നമുക്ക് നീതീകരണം വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് എന്താണ്? ഏറ്റവും ആവശ്യം വേണ്ടത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നമുക്ക് ആവശ്യം വേണ്ടത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ് ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോസ്തലനായ പൗലോസ്
നമ്മെ ഓർപ്പെടുത്തുന്നത്. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൽ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് ദൈവമക്കളെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അത് 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, സമാധാനം ഞങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഭവനം ഒരുക്കുവാൻ പോവുകയാണ്. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളുന്നതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ കലങ്ങരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹല്ലേലൂയ, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. ഇസ്രായേൽ പരിശുദ്ധനായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഞാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം, ദൈവത്തിന്റെ സമാധാനം, യേശു ക്രിസ്തുവിന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ലോകത്തിന്റെ സമാധാനം നൈമിഷികമാണ്, കുറച്ച് കഴിയുമ്പോൾ ആ സമാധാനം മായി പോകും. പക്ഷേ ദൈവം നമുക്ക് തരുന്ന സമാധാനമോ, ആ സമാധാനം ഒരിക്കലും മാറുകയില്ല, ഒരിക്കലും മാറാത്ത സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത്. കാരണം ദൈവികമായ സമാധാനം, ദൈവം നമ്മോട് പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് സമാധാനം തരും. അതാണ് യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, ഹല്ലേലൂയ, നീ എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ വചനം നീ കേട്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും എൻ്റെ വീണ്ടെടുപ്പുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭവാനായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ട വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാൻ തന്നെ. നീ എൻ്റെ കൽപ്പന കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എങ്കിൽ നീ എൻ്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എങ്കിൽ സമാധാന നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിന്റെ തിര പോലെയും ആകുമായിരുന്നു. ദൈവം നമ്മോട് പറയുകയാണ്, എൻ്റെ കൽപ്പനകളെ നീ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ സമാധാനം എങ്ങനെയാണ്? നദി പോലെയാണ്. നദിയുടെ പ്രത്യേകത എന്താണ്? എന്നും പുതിയ പുതിയ സമാധാനം, പുതിയ വെള്ളം അരുവിയിൽ നിന്ന് ഊറി വരികയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പുതിയ സമാധാനം നിങ്ങൾക്ക് ഡെയിലി നിനക്ക് ഉണ്ടാകും. അതിന്റെ നീതി സമുദ്രത്തിന് തിര പോലെയാണ്. സമുദ്രത്തിലെ പ്രത്യേകത എന്താണ്? ആ സമുദ്രത്തില ഒരിക്കലും വറ്റുകയില്ല, എപ്പോഴും പുതിയ തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിന്റെ ജീവിതത്തിൽ നീതി എന്നും കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും. എൻ്റെ സമാധാന നിവാസത്തിലും നിർഭയ വസ്തുക്കളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. ഹല്ലേലൂയ, നീതിയുടെ പ്രവൃത്തി സമാധാനം. നീ നീതിയോടെ പ്രവർത്തിക്കണം, നീ നീതി പ്രവർത്തിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നിനക്ക് സമാധാനം വേണമോ? നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, നീ നീതി പ്രവർത്തിക്കണം. നീതിയുടെ രാജാവാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, നമ്മൾ നീതി പ്രവർത്തിക്കണം, സമാധാനം പ്രിയരുള്ളായിരിക്കണം. നമ്മെ പോലെ നമ്മുടെ അയൽക്കാരനെ നമ്മൾ സ്നേഹിക്കണം. ഏറ്റവും എൻ്റെ പിതാവായ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ നീ ദൈവത്തെ ആരാധിക്കണം. അവനെ മാത്രം നീ സ്നേഹിക്കണം. ഹല്ലേലൂയ, ദൈവത്തെ ഹല്ലേലൂയ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ നീ അവനെ ആരാധിക്കണം. ഹല്ലേലൂയ, അവനെ ആരാധിക്കണം. അതേപോലെ തന്നെ നിന്റെ അയൽക്കാരെ, നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കണം. ഹല്ലേലൂയ, ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് തിരിച്ചു വരാം.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതുകൊണ്ട് ദൈവം പറയും, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പഴയ നിയമ കാലഘട്ടത്ത് ഹല്ലേലൂയ, പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ പാപം ചെയ്താൽ ഒരു കുറുപ്രാവിനെയോ ആടിനെയോ ആട്ടുകൊറ്റനെയോ ഹല്ലേലൂയ കാളയെയോ കൊണ്ട് പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് നമുക്ക് യാഗം കഴിക്കാം. പക്ഷെ പുതിയ നിയമത്തിൽ അതിന്റെ ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായി അവൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, യോഹന്നാൻ 14:27 പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം ദൈവം നമുക്ക് തന്നേച്ചു പോവുകയാണ്. ദൈവം നമുക്ക് ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുരുവാക്കിന്റെ പറയുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട. അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അവൻ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് വിശ്വസിക്കണം. അവൻ പറഞ്ഞ വചനങ്ങളെ നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആ നീതീകരിച്ച ശേഷം വിശ്വാസത്തിൽ യേശുവിൽ വിശ്വാസമുണ്ടായതിനു ശേഷം യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്, നീ പ്രവൃത്തി വേണം, നമുക്ക് വിശ്വാസം വേണം. 1, 2 പ്രവൃത്തി വേണം. ഇങ്ങനെ വിശ്വാസവും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നാം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ദൈവം നമ്മളെ കാസൂക്ഷിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. വിശ്വാസം നീതീകരിക്കപ്പെട്ട് നമ്മുടെ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോടുള്ള സമാധാനം യേശു ക്രിസ്തു മുഖേനയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.